കണ്ണൂർ ഇരിട്ടിയിലെ പന്നിക്കണിയിൽ വീണ പുലി, ആ പുലിയെ മയക്കോടി വെക്കാനാണ് നീക്കം. മയക്കോടി വെക്കാൻ വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പുലി ദൃശ്യമാണ്. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ അവിടെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് അവിടെ ഒരു ഭീകരജീവി ഉണ്ടെന്ന് പറയുന്നത്. പുലിയോ കടുവയോ ഒക്കെ ആകാം എന്ന അറിവാണ്. മാത്രമല്ല പട്ടി വല്ലാതെ കുറയ്ക്കുകയും ചെയ്തു. എന്തായാലും അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, പുലിയെ ഉടൻ മയക്കോടി വെക്കാനാണോ നീക്കം? പുലി ദൃശ്യപരിധിയിലുണ്ടോ? കാശ്മീരുടൻ മയക്കോടി വെക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലാണുള്ളത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള സംഘം വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇപ്പോൾ ഈ സ്ഥലത്ത്, ഈ പുലി കുടുങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ മറ്റതിൻ്റെ ഈ മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കുകയാണ്. ഉടൻ തന്നെ അവർ ആദ്യഘട്ടം അവിടെ എത്തി പുലി കുടുങ്ങിയ സ്ഥലത്ത് എത്തി പരിശോധന നടത്തി, പ്രാഥമിക പരിശോധന നടത്തി. നിലവിൽ മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ന് തന്നെയാണ് അവർക്ക് മനസ്സിലായത്. അതിനുശേഷം ഇപ്പോൾ അത് മറ്റ് ഗൺഫിൽ ഉൾപ്പെടെ നടത്തി അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വയനാട്ടിൽ നിന്നുള്ള സംഘം ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി ഈ പുലിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ വീട്ടിൽ നിന്നും, അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഏകദേശം 50 മീറ്റർ മാത്രം അകലെയാണ് ഈ പുലി കുടുങ്ങിയിട്ടുള്ളത്. ഇനി ഇപ്പോൾ അവിടെ എത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി അവർ ഒരു പ്രാഥമിക പരിശോധനയൊക്കെ അവിടെ എത്തി നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് എന്നതാണ് നമുക്ക് ഇവരിൽ നിന്ന്, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പുലി കുടുങ്ങിയതറിഞ്ഞ് നിരവധി നാട്ടുകാരും ഇങ്ങോട്ട് എത്തിച്ചേർന്നു. അവരൊക്കെ ഇവിടുന്ന് ഈ വടം കെട്ടി, ഒരു 50 മീറ്റർ അകലെ വടം കെട്ടി അവരൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ മയക്കുവെടി വെക്കുന്ന ആ നടപടിയിലേക്ക് കടക്കും. നേരത്തെ ഈ നാട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ച് ഇവിടെ മുമ്പും പുലിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണ്, വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണിത്. രാവിലെ ഈ സ്ഥലമുടമയും അതോടൊപ്പം തന്നെ ഈ സ്ഥലമുടമ ഈ പട്ടി കുരക്കുന്നത് കേട്ടാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് വലിയൊരു ജീവിയെ കണ്ടു എന്നതാണ്. പിന്നെ കൂടുതൽ ആൾക്കാരെത്തിയാണ് ഇത് പുലിയാണെന്ന കാര്യം സ്ഥിരീകരിക്കുകയും ഈ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വനം വകുപ്പ് എത്തി അത് മയക്കുവെടി വെക്കാതെ ഈ പുലിയെ പിടികൂടാൻ സാധിക്കില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘത്തെ, അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇങ്ങോട്ട് എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി പ്രതികരണം നമുക്ക് തേടാം. എങ്ങനെയാണ് ഇപ്പോൾ സാഹചര്യം? പുലിയെ മയക്കുവെടി വെച്ച് പിടിക്കേണ്ടതായിട്ടാണ്. അതിനുള്ള വിദഗ്ധ സംഘം എത്തിയിരിക്കുന്നു. അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഒന്ന് കുടുങ്ങിക്കിടക്കാണ്. നല്ല കരുത്തുള്ള പുലിയാണെന്നാണ് നമ്മളതിൽ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. വലിയ പുലിയാണ്, ആരോഗ്യമുള്ള പുലിയാണ്. നാട്ടുകാർ വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ ഈ പ്രദേശത്ത് ഇങ്ങനെ സ്ഥിരം? വളരെ വലിയ ആശങ്കയാണ്. കാരണം ഇതൊരു പട്ടണ പ്രദേശം തന്നെയാണ്. ഈ കാക്കയാട് മുഴക്കുന്ന് പഞ്ചായത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഹയർ സെക്കൻഡറി സ്കൂള്, മറ്റ് ബാങ്കുകൾ എല്ലാമുള്ള നല്ല ഒരു ജനവാസ മേഖലയാണിത്. ഇവിടെ കൃഷി സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുലി എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. ഈ പുലി കുറച്ച് ദിവസമായിട്ട് പായത്ത് കണ്ടിരുന്നു. അങ്ങനെ പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഏതായാലും വളരെ ഗൗരവം. ഇപ്പോൾ ഈ കെണിയിലോ അല്ലെങ്കിൽ ഈ കുടുക്കിലോ പെട്ടിലായിരുന്നെങ്കിൽ എന്താണ് എന്ന ആശങ്കയാണ് ജനങ്ങൾക്ക് ഉള്ളത്. വീടുകളുണ്ട്, നല്ല യാത്ര ഉള്ള റോഡുണ്ട്. ഇരിട്ടി പേരാവൂർ 2 ടൗണിന്റെ നടുക്കായിട്ട് വരുന്ന സ്ഥലമാണ്, മധ്യത്തിലായിട്ട് വരുന്ന സ്ഥലമാണ്. ഈ പുലിയെ പിടികൂടിയാത്ത ഇത് എവിടെയായിരിക്കും ഈ പുലിയെ തുറന്നുവിടുക? ഈ സമീപ പ്രദേശങ്ങളിലാവില്ല. ജനവാസ മേഖലയുടെ സാമീപ്യം ഉള്ള സ്ഥലങ്ങളിലേക്ക് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അത്തരം നടപടികളിലേക്ക് എന്തായാലും കടക്കും. വെറ്ററിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വ സംഘം ഇപ്പോൾ ഈ പുലി കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഈ മയക്കുവെടി വെക്കുന്നതിനായി പോയിട്ടുണ്ട്. അല്പസമയത്ത് മയക്കോടി ഉണ്ടാവും. കാര്യം പുലി ഒന്നാമത് കുടുങ്ങിക്കിടക്കാണ്. അപ്പോൾ അതിനധികം ഓടി മാറാനുള്ള അവസ്ഥയൊന്നും അവിടെയില്ല. അപ്പോൾ കാര്യം കുറച്ച് എളുപ്പമാകും എന്നുള്ളതാണ് സണ്ണി ജോസഫ് MLA അടക്കമുള്ള പറയുന്നത്. നമുക്ക് നോക്കാം അല്പസമയത്തിനകം.